ഫുൾ A+ കിട്ടുന്ന പരീക്ഷയ്ക്ക് 100 മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികൾ എന്തുകൊണ്ട് നീറ്റിലും JEE മെയിൻ ആൻഡ് JEE അഡ്വാൻസ്ഡ് പോലെയുള്ള നാഷണൽ ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് ഫെയിൽ ആകുന്നു, ഈവൻ മൈനസ് മാർക്കിലേക്ക് പോകുന്നു? ബുക്കിഷ് നോളജ് മാത്രമേ ഉള്ളൂ. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിലേക്ക് അവരുടെ നോളജിനെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള എക്സ്പീരിയൻസ് അവർക്ക് കിട്ടിയിട്ടില്ല. ഗ്ലോബലി കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ബ്രാൻഡുകളെ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. റിച്ച് ആയിട്ടുള്ള ഒരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളതാണ്. മില്യനേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളതാണ്. സിലബസ് മാത്രം പഠിപ്പിച്ചിട്ട് അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. സിലബസിനപ്പുറത്തേക്ക് ഒരുപക്ഷെ സിലബസിൻ്റെ ക്വാണ്ടിറ്റിയേക്കാൾ കൂടുതൽ മറ്റ് കാര്യങ്ങളും കൂടെ ആകുമ്പോഴത്തേക്ക് മാത്രമേ അവരിൽ ആ എബിലിറ്റി കൊണ്ടുവരാൻ പറ്റുള്ളൂ. സിലബസ് മാത്രം പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു ബേസിക് ലിറ്ററസി ആവുള്ളൂ, അല്ലെങ്കിൽ ഒരു ലോ സാലറീഡ് എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റിയെ കുഞ്ഞിനുണ്ടാവുള്ളൂ. ഒരു ഹൈ ഇൻകം സ്കില്ലുള്ള ഹൈലി പെയ്ഡ് ഹൈ പ്രൊഫൈൽ പ്രൊഫഷണൽ ആകണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് കൊടുക്കണം. ഇതൊക്കെയാണ് DS കരിക്കുലം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ കാംബ്രിഡ്ജിൻ്റെ അഫിലിയേറ്റഡ് സ്കൂളാണ്. കാംബ്രിഡ്ജിൻ്റെ സിലബസിനപ്പുറത്തേക്ക് DSൻ്റെ ഒരു കരിക്കുലം ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ കാംബ്രിഡ്ജ് സിലബസിനേക്കാളും എനിക്കൊന്ന് ഒരു 150% എങ്കിലും DS കരിക്കുലം ഉണ്ടാവും. ഇതെല്ലാം കൂടെ നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നു. അപ്പോൾ കുട്ടികളെ ട്രെയിൻ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഇത് ഓവർലോഡ് ആവില്ലേ, സ്ട്രെസ് ആവില്ലേ എന്ന് ചോദിക്കും. ഞങ്ങളുടെ കുട്ടികൾ എക്സ്ട്രീംലി ഹാപ്പിയാണ്. എന്തുകൊണ്ടാണ്? ഒന്ന്, അവർ വഴക്ക് പറയുന്നില്ല, അടിക്കുന്നില്ല, ടീച്ചേഴ്സിനെ പേടിക്കേണ്ട ആവശ്യമേ അവർക്കില്ല. രണ്ടാമത്തത്, അവരെപ്പോഴും എൻഗേജ്ഡ് ആണ്. അവർ പ്രോജക്റ്റിലൂടെയും ആക്ടിവിറ്റീസിലൂടെയും ക്ലാസ് റൂമിലെല്ലാം സ്പീക്കേഴ്സ് വെച്ചിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോകും. കുട്ടികൾ എൻജോയ് ചെയ്ത് മാത്സ് പ്രോബ്ലംസ് ആണെങ്കിൽ എൻജോയ് ചെയ്ത് അവർ ചെയ്യും. എപ്പോഴും ആക്ടിവിറ്റീസിലൂടെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവരെപ്പോഴും മൂവ് ചെയ്യും. അതുപോലെ ടീച്ചേഴ്സുമായിട്ട് അവർ പുറത്തു പോകും. ഒരു ഗ്രൂപ്പ് വേണമെങ്കിൽ ടീച്ചേഴ്സിന് ബ്രേക്ക് ദ റൂൾ എന്ന് ഞങ്ങളൊരു പ്രിൻസിപ്പിൾ വെച്ചിട്ടുണ്ട്. അതായത് 3 ഗ്രൂപ്പായിട്ടാണ് ഒരു ക്ലാസ്, 3 ടീച്ചേഴ്സ് ഉണ്ടാവും. ഒരു ടീച്ചറിന് അവരുടെ ഗ്രൂപ്പുമായിട്ട് നടന്ന് പഠിപ്പിക്കാം, അവർക്ക് പ്ലേ ഗ്രൗണ്ടിൽ പോയി പഠിപ്പിക്കാം, അവർക്ക് സ്കൂൾ വാൻ എടുത്തിട്ട് നേരെ മ്യൂസിയത്തിൽ പോയിട്ട് അവിടെ ഇരുന്ന് പഠിപ്പിക്കാം. ഞങ്ങൾക്ക് ഫീൽഡ് വിസിറ്റ്സ് ഉണ്ട്. ഇടയ്ക്ക് സയൻസിൻ്റെ ഒരു ചാപ്റ്റർ പഠിപ്പിച്ചത് വണ്ടിയിൽ വെച്ചിട്ടാണ്. ഫീൽഡ് വിസിറ്റിൽ കുട്ടികൾ പോകുന്നു, അവരവർ എക്സ്പീരിയൻഷ്യലായിട്ട് അവർ പഠിച്ചു. ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ജോയ്ഫുൾ ആക്ടിവിറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അവർക്ക് എൻജോയ്മെൻ്റ് ആണ്. ഞായറാഴ്ചയും സ്കൂളിൽ വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇതിനകത്ത് അവർ എൻഗേജ്ഡ് ആകുന്ന മുഴുവനും പ്രോജക്റ്റുകളിലും പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിലും ഡിസ്കഷൻസിലും സെമിനാറിലും പേപ്പർ പ്രസൻറ്റേഷൻസിനും. അതുപോലെ ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷൻസ് എല്ലാ സെക്കൻഡ് സാറ്റർഡേയിലും ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷൻസ് ഉണ്ട്. എല്ലാ 4th സാറ്റർഡേയിലും ഇൻ്റർ സ്കൂൾ സ്പോർട്സ് കോമ്പറ്റീഷൻസ് ഉണ്ട്. എല്ലാ 3rd സാറ്റർഡേയിലും ഞങ്ങൾക്ക് ആർട്ട് ഡേ ആണ്. അന്ന് കുട്ടികൾ വരുന്നു, കുട്ടികൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നു, അവരത് പ്രസൻറ്റ് ചെയ്യുന്നു. ഇത് കൂടാതെ നമ്മുടെ ബിഗ് സ്റ്റേജ് ഈവൻറ്റ്സ് ഉണ്ട്. അതായത് ഈ ഇയർ എൻഡ് ആകുമ്പോഴത്തേക്ക് ഡാൻസിൻ്റെയും മ്യൂസിക്കിൻ്റെയും ഫെസ്റ്റ് ഉണ്ട്. പിന്നെ ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷൻസ് തന്നെ ഡാൻസ് കോമ്പറ്റീഷനുണ്ട്, മ്യൂസിക് കോമ്പറ്റീഷനുണ്ട്. അതുപോലെ തന്നെ സ്കിൽസ് എന്ന് പറഞ്ഞിട്ട് സ്കിൽസിന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന കോമ്പറ്റീഷൻസ് ഉണ്ട്. ജീനിയസ് എന്ന് പറഞ്ഞിട്ട് ജീനിയസിന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന കോമ്പറ്റീഷൻസ് ഉണ്ട്. ഒളിമ്പിയാഡ്സ് ഉണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് തന്നെ അറൗണ്ട് എനിക്ക് തോന്നുന്നു 40ഓളം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൊടുക്കുന്നുണ്ട്. കുട്ടികളെല്ലാവരും മിനിമം ഒരു 5 to 6 ക്ലബ്സിൽ മെമ്പേഴ്സാണ്. വെറും മെമ്പർഷിപ്പ് അല്ല. ക്ലബിലൂടെ മിനിമം അവരൊരു കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ക്ലബിലൂടെ അവർ മിനിമം ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യണം. ക്ലബിലൂടെ മിനിമം ഒരു ഔട്ട്റീച്ച് ആക്ടിവിറ്റി ചെയ്യണം. നമ്മളെല്ലാവരും റെസ്യൂമിൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കും. എന്താണ് ലീഡർഷിപ്പ്? സാധാരണ സ്കൂളുകളിൽ ഇൻവെസ്റ്റിച്ചർ സെറിമണി പോലെയുള്ള സെറിമണി നടത്തി അവരൊരു ഗ്രാജുവേഷൻ ഡേയിൽ ഒരു ഹാറ്റൊക്കെ വയ്ക്കുന്ന പോലെയൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ലീഡേഴ്സ് ആണെന്ന് പറയുന്നു. എന്ത് ലീഡർഷിപ്പ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുക? അവിടെ നമ്മൾ കൺവെൻഷണൽ സ്കൂളുകളിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട കാലമായി. ഇപ്പോൾ ക്ലബ് ആക്ടിവിറ്റീസിലൂടെ, സ്റ്റുഡൻറ്റ് ചാപ്റ്റേഴ്സിലൂടെ, ഞങ്ങൾ നടത്തുന്ന പല ഈവൻറ്റുകളിലൂടെ അവിടെ കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി? ഒന്ന്, ഒരു ടീമിനുള്ളിൽ ഫങ്ഷൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി. ദാറ്റ് മീൻസ് ഒരു ക്ലബിൻ്റെ ലീഡർഷിപ്പ് ടീം എന്ന് പറയുമ്പോൾ അവിടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ഇങ്ങനെ ഒരു 7 പേരടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാവും. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഈ 7 പേരെയും അവർ മാനേജ് ചെയ്യണം. കൂടാതെ ആ ക്ലബിലുള്ള 30ഓ 35ഓ കുട്ടികൾ അവർ മാനേജ് ചെയ്യണം. അപ്പോൾ അവർ പീപ്പിൾ മാനേജ്മെൻറ്റ് പഠിച്ചു, അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ പഠിച്ചു, അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ പഠിച്ചു. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ വന്നു. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിച്ചു, കൊളാബറേറ്റ് ചെയ്യാൻ പഠിച്ചു, കോപ്പറേറ്റ് ചെയ്യാൻ പഠിച്ചു. ഇനി ആ ഒരു വർഷം അവർ ആ ലീഡർഷിപ്പ് പൊസിഷനിൽ ഇരുന്നപ്പോൾ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അവർ ഐഡൻറ്റിഫൈ ചെയ്തത്? ഏതൊക്കെ പ്രോബ്ലംസിനാണ് അവർ സൊല്യൂഷൻസ് കൊടുത്തത്? എന്തൊക്കെ സ്ട്രാറ്റജീസ് അവർക്ക് ഒരു വർഷം ക്ലബിലെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എന്തൊക്കെ സ്ട്രാറ്റജീസ് ഡിവൈസ് ചെയ്യാൻ അവർക്ക് പറ്റി? ഫൈനലി 1 ഇയർ കഴിഞ്ഞപ്പം ആ ക്ലബിൽ പ്രസിഡന്റ് ആയിരുന്നത് കൊണ്ട് ഞാൻ എന്താണ് ലേൺ ചെയ്തത്? ഇത്രയും കാര്യങ്ങൾ ഒരു റിപ്പോർട്ടായിട്ട് ഓരോ വർഷവും സബ്മിറ്റ് ചെയ്യും. അപ്പോഴെന്തായി? ലീഡർഷിപ്പ് എക്സ്പീരിയൻസ് ആയി.
ഈ എക്സ്പീരിയൻസ് ആണ് ഇൻഡസ്ട്രിക്ക് ആവശ്യം. അല്ല റെസ്യൂമിൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് കാര്യമില്ല. റെസ്യൂമിൻ്റെ കാലം കഴിയുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. റെസ്യൂം, ബയോഡേറ്റ, ഇതിൻ്റെയൊക്കെ കാലം കഴിയുന്നു. ഇനി വേണ്ടത് പോർട്ട്ഫോളിയോ ആണ്. പോർട്ട്ഫോളിയോ ഒരു വെബ്സൈറ്റ് രൂപത്തിൽ വേണം. കുട്ടികൾ ചെയ്ത പോഡ്കാസ്റ്റുകൾ, അവർ ചെയ്ത വർക്ക്ഷോപ്പുകൾ, സെമിനാറുകൾ, ചെയ്ത പ്രോജക്റ്റുകൾ, ചെയ്ത പ്രോഡക്റ്റുകൾ, ടെഡെക്സ് ടോക്കുകൾ, അവരുടെ പിക്ചേഴ്സ്, അവർ എക്സിബിറ്റ് ചെയ്ത കാര്യങ്ങൾ, അവരെ പറ്റി മീഡിയയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ, അവർ വായിച്ച ബുക്കുകൾ, അവരെഴുതിയ ബുക്കുകൾ, ഇങ്ങനെ തുടങ്ങി അവരുടെ എല്ലാ അച്ചീവ്മെൻറ്റ്സും വിത്ത് എവിഡൻസ് അത് പോർട്ട്ഫോളിയോയിൽ വരും. ഇപ്പോൾ നാളെ ഒരു ഇൻ്റർവ്യൂവിന് അവൻ IBM പോവുകയാണെന്ന് വിചാരിക്കുക. 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് DS ഒരു കുട്ടി IBM പോകുന്നു. അവിടെ ഒരു PhD കഴിഞ്ഞ ഒരാളും വരുന്നു. PhD കഴിഞ്ഞ ആളുടെ പബ്ലിക്കേഷൻസും കാര്യങ്ങളും ഈ ലിസ്റ്റും എല്ലാം കൊടുക്കുന്നു. ആളുടെ ഏജ് 35 ആണ്. 17 years ആയ ഒരു DSCN ഇൻ്റർവ്യൂവിന് പോകുന്നു എന്ന് വിചാരിക്കുക. ആ DSൽ നിന്ന് പോകുന്ന ആൾ പറയുന്നത് റെഫർ മൈ വെബ്സൈറ്റ് www.abhilash.com. അവിടെ പോയപ്പോഴത്തേക്ക് ആളുടെ ടോക്സ്, ആളുടെ യൂട്യൂബ് വീഡിയോസ്, ആൾ ചെയ്ത പ്രോജക്റ്റുകൾ, ആളെടുത്ത സെമിനാറുകൾ ഇങ്ങനെ വിത്ത് എവിഡൻസ് ഇരിക്കുകയാണ്. അങ്ങനെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയപ്പോഴത്തേക്ക് അവിടെയുണ്ട് ഒരു 1 million സബ്സ്ക്രൈബേഴ്സ്. അവിടെ ആൾ വർഷങ്ങളായിട്ട് ചെയ്തു വന്ന യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. ദാറ്റ് മീൻസ് വിത്ത് പ്രൂഫാണ്. ദ അതർ പേഴ്സൺ ഈസ് ക്യാരിങ് ദ സർട്ടിഫിക്കറ്റ്സ് ആൻഡ് എ ബഞ്ച് ഓഫ് other things, certificates and all. But this person is carrying experience, expertise with evidence. ആരെയായിരിക്കും സെലക്ട് ചെയ്യുക?